الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل ما يوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിന് സമർപ്പിച്ച് ജീവിക്കുകയും അങ്ങനെ സുരക്ഷിത പാതയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ ഒരു ക്ഷണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഒരാൾ സ്വന്തം രക്ഷപ്പെടുന്നതോടൊപ്പം മറ്റൊരാളെ രക്ഷപ്പെടുത്തുക വളരെ ഉന്നതമായ ഒരാദർശമാണ്. നമുക്ക് കിട്ടുന്ന സുഖവും സൗഭാഗ്യവും മറ്റുള്ളവർക്കും എത്തിക്കുക എന്നുള്ളത് അത് സത്യവിശ്വാസത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ദഅവത്ത് എന്ന് ഒറ്റവാക്കിൽ പറയുന്ന ആ സംഗതി വിവിധ രൂപങ്ങളിലാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നസീഹത്ത്, ഉപദേശം എന്നുള്ള നിലയ്ക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഷഹാദത്ത്, സാക്ഷ്യം എന്നുള്ള നിലയ്ക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. ദിക്ർ, സ്മരണ എന്ന നിലയ്ക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. നന്മ കൽപ്പിക്കലും അമ്റും ബിൽ മഅറൂഫ് വ നഹ്യും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്ന നിലയിൽ. അങ്ങനെ നോക്കിയാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിവിധ രൂപത്തിൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് വിളിക്കുക. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമല സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയും ആ
ആദർശത്തിന് പറ്റിയ ഒരു ജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ട് ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ക്ഷണം എന്ന് അത് ഓരോ സത്യവിശ്വാസിയും അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മമാണ്. നമുക്കുള്ള പല തെറ്റുകളും പുറത്തു പോകാൻ കാരണമാകുന്നതാണ് മറ്റൊരാളിന് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇതിനെ പല രൂപത്തിലൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രവർത്തനം, ഇസ്ലാഹി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ രൂപങ്ങളും സാങ്കേതിക പദങ്ങളും ഒക്കെ അതിന് നൽകിയിട്ടുണ്ട്. ദീനിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സംഗതിയിൽ പറയുമ്പോൾ അത് തസ്ലീഹ് ചെയ്യലാണ്, അതായത് പരിഷ്കരണം അല്ലെങ്കിൽ നന്നാക്കിയെടുക്കലാണ്, സംസ്കരണ പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിന് ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയാം. ദീനിൻ്റെ പുറത്തുള്ള ആളുകളെ ക്ഷണിക്കുമ്പോൾ അത് ദഅവത്താണ്, അത് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയാം എന്നൊക്കെ വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. എന്തു പറഞ്ഞാലും അള്ളാഹുവിലേക്ക് വിളിക്കുക എന്ന ഒരു സംഗതി വളരെ പരമപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ സാഹചര്യത്തിലും ഓരോ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് ആ വിളി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപാട് സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെ ദഅവത്ത് നടത്തണം, എങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കണം എന്നത് എന്നും ഒരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവിധ മതജാതികളും ആദർശാശയങ്ങളും ഒക്കെയുള്ള സന്ദർഭത്തിൽ നമ്മൾക്കുള്ള സംഗതി മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നത് വളരെ പലപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കാറുണ്ട് എന്നുള്ള. പ്രത്യേകിച്ച് ദീൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാം പറയുമ്പോൾ അതൊരു വൈകാരികമായ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം ദീനിന് മതത്തിന് ഒരു വർഗീയതയുടെ ചായ്വാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതിൽ യാതൊരു വംശീയതയോ വർഗീയതയോ പ്രാദേശികതയോ ഭാഷ വർണ്ണ വർഗ വിവേചനമോ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ സൃഷ്ടാവിൻ്റെ പാതയിലേക്ക് അവൻ്റെ സുരക്ഷിതത്വത്തിനായി വിളിക്കുക എന്നത് മാത്രമാണ്. അള്ളാഹുവിൻ്റെ കണക്കിൽ രണ്ട് ജീവിത വഴിത്താരകളേ ഉള്ളൂ. ഒന്ന് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, മറ്റ് അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്നവർ. നിഷേധികളായ ആളുകൾക്ക് ബഹുദൈവത്തെ സങ്കല്പം ഉണ്ടാവാം, അല്ലെങ്കിൽ ആത്മപൂജ ഉണ്ടാകും. ദൈവം ഇല്ല എന്ന് പറയുന്നവർ സ്വന്തത്തെ ദൈവമായി കണക്കാക്കുന്നുണ്ട്. ഒരു ദൈവം ഇല്ല എന്നുള്ളതല്ല അവരുടെ, ഞങ്ങളാണ് ഞങ്ങളുടെ ദൈവങ്ങൾ എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ മതി, ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ബുദ്ധിയും അല്ലെങ്കിൽ ഞങ്ങളുടെ ആചാര്യന്മാർ മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ തന്നെയാണ് ദൈവങ്ങൾ. അതാണ് ഏറ്റവും വലിയ ധിക്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം അവൻ്റെ കൈവശമില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അവൻ മരിച്ചു പോകുമ്പോൾ അപ്പോഴവന് മനസ്സിലാവും ഇത് എൻ്റെതായിരുന്നില്ല എന്നുള്ളത്. അതുവരെ അവന് തോന്നുന്നത് എൻ്റെതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മതി എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധമായ സമീപനം എന്നതാണ് ഖുർആൻ്റെ നിലപാട്. പിന്നെ ഞങ്ങൾക്ക് വേറെ കുറേ ദൈവങ്ങളെ വേണമെന്ന് വിചാരിക്കുന്നതും പ്രകൃതി വിരുദ്ധമായ സമീപനമായിട്ട് ഏറ്റവും വലിയ അക്രമമായിട്ടാണ്, അക്രമമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയോട് യോജിച്ചു പോകുന്ന രക്ഷിതാവ് നൽകിയ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പാത. അതാണ് ശരിയായ പാത. ഏത് ജാതിയിൽപ്പെട്ടവനും ഏത് വർഗത്തിൽപ്പെട്ടവനും ഏത് ഭാഷ സംസാരിക്കുന്നവനും ഏത് നിറത്തിൽപ്പെട്ടവനും ഏത് പ്രദേശത്ത് താമസിക്കുന്നവനും വളരെ ഓപ്പണായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സംഗതിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അതിങ്ങനെ ലോകത്ത് പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കാലാന്തരത്തിൽ മനുഷ്യന്മാരിങ്ങനെ വിഭാഗീയതയായി തിരിയുകയും അക്രമവും അതുപോലെയുള്ള സംഗതികളുമൊക്കെ ആയി മാറുമ്പോൾ പലപ്പോഴും ദീനിൻ്റെ യാഥാർത്ഥ്യം തന്നെ മറന്നു പോകുന്നു. സത്യവിശ്വാസികൾ തന്നെ ദീനിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം അവരുടെ ജീവിതത്തിലൂടെ പ്രകടമാകുന്നില്ല എന്നുള്ളത്. അത് ഏറ്റവും വ്യക്തമായി പ്രകടമാക്കാനാണ് ഒടുവിൽ അതൊരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ എന്നുള്ള നിലയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല അവതരിപ്പിച്ചത്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ചപ്പോൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഈ നിർദ്ദേശങ്ങൾ ഇങ്ങനെ പകർത്തി കാണിക്കുകയാണുണ്ടായത്. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതം പകർത്തലാണ്, ഇത്തിബാഅ് റസൂലാണ് യഥാർത്ഥത്തിൽ ദഅവത്ത് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. എന്താണ്, എങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി,
ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്, അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുകയും അതിന് ജനങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്യുക. സാധാരണ പറയാറുണ്ട്, പ്രബോധകന്റെ ജീവിതമാണ് പ്രബോധനം. അതായത് നമ്മുടെ ജീവിതം കണ്ട് വേണം യഥാർത്ഥത്തിൽ മറ്റുള്ളവർ ഈ പറഞ്ഞത് സത്യമാണ്, രക്ഷയുടെ മാർഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലയ്ക്ക് തന്നെ ജീവിച്ച് കാണിച്ചു. അദ്ദേഹം ഒരു കുടുംബനാഥനായിരുന്നു. എങ്ങനെയാണ് ഒരു ഭർത്താവാകേണ്ടത്, എങ്ങനെയാണ് ഒരു പിതാവാവേണ്ടത്, എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, എങ്ങനെയാണ് വിവാഹ സൽക്കാരങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് യോഗങ്ങൾ ചേരേണ്ടത്, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് ഉംറ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരസ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് സർവീസ്, അതായത് സേവനം ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അശരണരെ സമീപിക്കേണ്ടത്, തനക്ക് ധനമുള്ള ആളുകളോട് ഏത് സമീപനം സ്വീകരിക്കണം, ശത്രുവിനോട് പോലും വളരെ കരുതലോടുകൂടിയുള്ള സമീപനം, അതായത് ശത്രുവിനും പുറത്തു കൊടുക്കാനും ശത്രുവിന് മാർഗം കാണിച്ചു കൊടുക്കാനുമുള്ള ഹൃദയ വിശാലത. ഒരുപാട് ജീവിത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും അധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരാൾ ചരിത്രത്തിൽ ഇതിനു മുമ്പ് കടന്നുപോയിട്ടില്ല, അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ള. ജനനം മുതൽ മരണം വരെയുള്ള ഓരോ തങ്ങൾ, പ്രത്യേകിച്ച് പ്രവാചകത്വം കിട്ടിയതിനു ശേഷം അവസാന ശ്വാസോച്ഛ്വാസം വരെയുള്ള സംഗതികളിൽ എങ്ങനെ അവസാന ശ്വാസോച്ഛ്വാസം ഉണ്ടായി എന്നതുപോലും ഓരോ സെക്കൻഡുകൾ കണക്കാക്കിയിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതം പകർത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതവും പ്രവാചകന്റെ ജീവിതവും ഒരേ രീതിയിലായിക്കോളും. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ സത്യവിശ്വാസത്തിന് സാക്ഷ്യമാകും. എന്നിട്ട് ആ ജീവിതത്തിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്, ആ ജീവിതത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ കാലത്തും എപ്പോഴും പൂർണ്ണമായി ചെയ്യാൻ സാധിച്ചു എന്നൊന്നും വരില്ല. കാര്യം പ്രവാചകന് പ്രത്യേകം ഒരു പ്രൊട്ടക്റ്റഡായ ഒരു സാഹചര്യം. ആ കാലഘട്ടത്തിലെ ജനത അവരെല്ലാം ത്യജിച്ച് അതിലേക്ക് തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു മഹാസൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ആ ദീനിൻ്റെ ഉത്തമമായത്. അത് നമുക്കൊരു മോഡലാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയാണ് എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലുള്ള സത്യവിശ്വാസികൾ ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്നുള്ള. അപ്പോൾ ഒരിക്കലും നമുക്കത് പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള നിലയ്ക്കല്ല, പ്രവാചകന്റെ ആ ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നു പോകാനുള്ള കഠിനമായ അധ്വാനമാണ് ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. യജമാനനെ സ്നേഹിക്കുന്നത് എല്ലാ തരത്തിലുള്ള ജന്തുക്കളുടെയും നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. നമ്മൾ കുതിര, പട്ടി, പൂച്ച, അതിലൊക്കെ യജമാനനെ സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ്റെ യജമാനൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അള്ളാഹുവിനോട് മനുഷ്യന് സ്നേഹം ഉണ്ടാകുക സ്വാഭാവികമായ ഒരു ഹൃദയവികാരമായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക എന്ന്. അപ്പം നമുക്കുള്ള സ്നേഹപ്രകടനം നമ്മൾ പ്രവാചകന്റെ മാതൃകയല്ലാത്ത ഏതെങ്കിലും ഒരു മാതൃക വെച്ചുകൊണ്ട് സ്നേഹപ്രകടനം നടത്താൻ പറ്റില്ല എന്ന് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ വഴി പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ആളുകളെല്ലാം വിളിച്ചിട്ട് എല്ലാവർക്കും അവന് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് അവിടെ പാട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളി നടത്തണം, അത് അള്ളാഹുവിനോടുള്ള സ്നേഹമല്ല. ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സ്നേഹിക്കുകയാണെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുകുമുല്ലാഹ്. മാത്രമല്ല അതിന് ഒരു പ്രതിഫലവും യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. നിങ്ങൾ എന്നെ പിന്തുടരുന്ന ആൾ എൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പൊറുക്കുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിർദ്ദേശങ്ങൾ പ്രവാചകൻ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് പിന്തുടരുക എന്നുള്ളത്. അപ്പോൾ അവൻ്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഖുർആൻ പഠിച്ച് പകർത്തുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിലെ ചില ആയത്തുകൾ, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് ബോധനം നൽകിയത് നീ പാരായണം ചെയ്യുക. ഇവിടെ വെറും ഒരു പാരായണത്തെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുക എന്നാണ് അടുത്ത സെന്റൻസ്. ഒന്ന് രണ്ട് സെന്റൻസ് നമുക്ക് മനസ്സിലാവും. പാരായണം ചെയ്യുന്നതിനെ പകർത്തുന്നതാണ് ഖുർആൻ. ഖറഅ എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഖുർആൻ എന്ന വാക്ക് വന്നത് എന്ന് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് യു ഹാവ് റെഡ്,
നിങ്ങൾ വായിച്ചതിൻ്റെ പ്രയോഗവൽക്കരണം, അതാണ് ഖുർആൻ. അല്ലെങ്കിൽ ഖുർആൻ ആവില്ല, ആപ്തവാക്യങ്ങൾ മാത്രമേ ആവുള്ളൂ എന്നുള്ളതാണ്. ഖുർആൻ എന്ന് പറയുന്നത് അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് ഖുർആൻ ആവുന്നത്. അത് തന്നെയാണ് ഹദീസ്. കാരണം ഖുർആൻ പ്രയോഗത്തിൽ വരുത്തുന്ന സംഭവങ്ങളെയാണ് ഹദീസ് എന്ന് പറയുന്നത്. ആ ഹദീസാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സംഭവങ്ങളാണ്. അതൊരു പ്രത്യേക വഴിയിലൂടെ പോകുമ്പോൾ അത് ശരീഅത്താവും, അതിന് ഒരു പ്രത്യേകമായ ഒരു രൂപഭാവം ഉണ്ടാകുമ്പോൾ സുന്നത്താവും. അങ്ങനെ ഖുർആനും ഹദീസും ശരീഅത്തും സുന്നത്തുമൊക്കെ ഒരേ രീതിയിൽ തന്നെ ഒരേ സ്രോതസ്സിൽ നിന്ന് ഒരേ സ്രോതസ്സിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ ആവുമ്പോഴാണ് യഥാർത്ഥ സത്യവിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നത്. ലാ മുബദ്ദിലിൽ കലിമാത്തിഹി, അവൻ്റെ വാക്കുകൾ, അവൻ്റെ വാചകങ്ങൾ, അവൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല. അവൻ എന്താണോ പറഞ്ഞത് അതിവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അവൻ പഠിപ്പിച്ചതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അത് ഈ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഊഹാപോഹാധിഷ്ഠിതമായ ചരിത്ര രചനകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ അവൻ പറയുന്നതാണ് സത്യം, അവൻ പറയുന്നതാണ് നടക്കുക, അവൻ പറയുന്നതേ നടക്കൂ, അവൻ പറയുന്നതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അവനല്ലാതെ ഏതെങ്കിലും ഒരു സ്രോതസ്സിനെ അല്ലെങ്കിൽ ഒരു സോഴ്സിനെ നിങ്ങൾ അവലംബിച്ചാൽ വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, മറ്റൊരു അഭയകേന്ദ്രം അവനല്ലാത്ത ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധ്യമാവുകയില്ല. അപ്പോൾ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിൻ്റെയും സ്രോതസ്, അഭയകേന്ദ്രം എന്ന് മനസ്സിലാക്കുകയും അവനെ പിന്തുടരുകയും അവൻ്റെ വാചകങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അവൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുവാൻ. ഇതിങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ പിശാച്, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിന് വേണ്ടി, പരീക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തപ്പെട്ട പിശാച് എപ്പോഴും അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവനെ പലതരത്തിലുള്ള മോഹവലയങ്ങളിൽ, പ്രത്യേകിച്ച് നാട്ടിൽ സ്ഥാനവും മാനവും പണവുമുള്ള ആളുകൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കാക്കക്കാരന്മാർക്ക് ഇതൊന്നും പലപ്പോഴും പിടിക്കാറില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ ഉടനീളം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകന്മാരുടെ ഈ വചനങ്ങൾ കേൾക്കാൻ ആദ്യമായി വന്നത് ഏഴകളും തോഴകളും പാപങ്ങളും മർദ്ദിതരും പിന്നോക്കക്കാരുമായ പിന്നാക്ക വിഭാഗങ്ങളുമായ ആളുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദം നബിയുടെ മക്കളുടെ കഥ വിട്ടിട്ട് നൂഹ് നബിയുടെ കൂടെ കൂടിയ ആളുകളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മഹാപാപങ്ങളായിരുന്നു. നാട്ടിലെ പ്രമാണിമാരും വലിയ ആളുകളുമൊക്കെ മാറിയിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങളും പൈസയും ഒക്കെ അല്ലാഹു തആല കൊടുത്തപ്പോൾ അത് അവരുടേതാണ് എന്ന തെറ്റായ ധാരണ ഉണ്ടാവുകയും ഈ പ്രവാചകന്റെ വചനങ്ങളെന്നും കേട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് സുരക്ഷയുടെ മാർഗമൊന്നും ഒരുക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവാചകനെ തള്ളിപ്പറയുന്നതാണ്. ഹൂദ് നബിയുടെ കൂടെ കൂടിയ ആളുകളെ നോക്കിയാൽ, സാലിഹിന്റെ കൂടെ കൂടിയ ആളുകളെ നോക്കിയാൽ, ഇബ്രാഹിമിന്റെ, അയ്യൂബിന്റെ, ഷുഐബിന്റെ, ഹാറൂന്റെ, മൂസയുടെ, അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുടെ കൂടെ ആദ്യമായി എത്തപ്പെട്ട ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവർ വളരെ സമൂഹത്തിലെ പാവങ്ങളായിരുന്നു. പണക്കാരായിരുന്നില്ല, സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്ത ഏഴകളും തോഴകളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രബോധകനായ പ്രവാചകനും പ്രബോധകനായ ഇസ്ലാമിക പ്രവർത്തകനും ഈ വിഷയം പറയുമ്പോൾ നാട്ടിൽ സ്ഥാനമുള്ള ആളുകൾ, ഇപ്പം നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി, നന്മ കൽപ്പിക്കാൻ പറയുമ്പോൾ തിന്മ വിരോധിക്കാൻ പറയുമ്പോൾ സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി വാദിക്കേണ്ടി വരും, സമൂഹത്തിലെ തിന്മയ്ക്ക് വേണ്ടി നമ്മൾ തിന്മയെ എതിർക്കേണ്ടി വരും. അപ്പോൾ തിന്മ ചെയ്യുന്നത് പലപ്പോഴും ആളുകൾ അഹന്തയോടെ തിന്മ ചെയ്യുന്നത് സമൂഹത്തിലെ വലിയ ആളുകളായിരിക്കും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത എന്നുള്ളതാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഇടത്തരക്കാരല്ല, സമൂഹത്തിലെ വമ്പന്മാരാണ് പലപ്പോഴും അഹന്തയോടെ തിന്മ പ്രവർത്തിക്കുന്ന ആൾ. ആ തിന്മയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും പിടിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ വലിയ വലിയ ആളുകൾ ഇല്ലാതെ വരും. ദീനീ പ്രവർത്തന രംഗത്ത് വലിയ വലിയ ആളുകളെ, നാട്ടിലെ കാക്കക്കാരണന്മാരെയും കൊമ്പന്മാരെയും ഒന്നും കിട്ടാതെ വരുമ്പോൾ പ്രബോധകന്റെ മനസ്സ് പ്രയാസപ്പെടും, ബുദ്ധിമുട്ടനുഭവപ്പെടും. അപ്പോൾ പ്രബോധകന് തന്നെ ബേജാറാവും. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ പ്രവാചകന്മാർക്ക് വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന് അല്ലെങ്കിൽ പ്രബോധ പ്രവർത്തകന് അങ്ങനെ മാനസികമല്ല, അതായത് ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി, ഒരു സൈക്കോളജിക്കൽ ബാലൻസ് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറയും, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി തുരീദൂന വജ്ഹഹു, അതായത് നിന്റെ രക്ഷിതാവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവരോടൊപ്പമായിരിക്കട്ടെ നിന്റെ മനസ്സ്, നിന്റെ മനസ്സ് അവരോടൊപ്പം ഉറപ്പിച്ചു നിർത്തണമെന്നുള്ളത്. ഷുഹൈബിനെ പോലെ, ബിലാലിനെ പോലെ, അതുപോലെ തന്നെ ഒരുപാട് ഏഴകളായ ആളുകളുണ്ടായിരുന്നു.
അത്തരം ആളുകളെ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നാൽ നമുക്കവിടെ പോയി ഇരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച ഉത്ബത്തും ഷൈബത്തും അബൂജഹലിനെ പോലെയുള്ള ആളുകൾ വളരെ ഘനഗംഭീരന്മാരെ പോലെ മാറി നിന്നപ്പോൾ ഈ പാവങ്ങളായ ഏഴകളായ ആളുകളാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവശം എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ വാങ്ങി തിന്നുകൊണ്ട് പള്ളിയുടെ ചുറ്റും ഇങ്ങനെ കൂടി നടക്കുന്ന കുറെ പാവങ്ങളായ മനുഷ്യന്മാർ. അപ്പോൾ അത്തരം ആളുകളുടെ അടുത്ത് റസൂൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എവന്റെ കൂടെ കൂടിയത് മഹാപാവങ്ങളാണ്. ഞങ്ങളെ പോലെയുള്ള പ്രൗഢഗംഭീരന്മാരായ പ്രഗത്ഭന്മാർക്ക്, നാട്ടിന്റെ ആളുകൾക്ക്, ഭരണാധികാരികളായ നേതാക്കന്മാർക്ക് ഇത് പറ്റാത്ത ഒരു ഏർപ്പാടാണ് എന്ന് ആ കാക്കക്കാരനവന്മാരെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്രൂദും പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് അതിന് മുമ്പുള്ള ആളുകളും പറയുന്നത്. ഇന്നും ലോകത്ത് എവിടെ നോക്കിയാലും ഈ വലിയ ഉന്നതന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ മനോഭാവം അങ്ങനെ ആയിരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ വിഷമിച്ചു പോകേണ്ട. അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ കാര്യത്തിൽ നടത്തേണ്ടതില്ല. കാരണം അള്ളാഹുവിന്റെ വാക്ക് മാറ്റാൻ ആർക്കും സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഈ പാവങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാവങ്ങളോടൊപ്പം നിന്റെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുക. എന്നിട്ട് മാത്രമല്ല, ഭൗതിക ജീവിതത്തിന്റെ ആർഭാട അലങ്കാരങ്ങൾ അല്ലെങ്കിൽ ഔന്നിത്യങ്ങൾ അല്ലെങ്കിൽ അനുഭൂതികളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പാപങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിന്റെ കണ്ണ് തിരിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ ശ്രദ്ധ അവരിൽ നിന്ന് പോയി ഇവിടെ നല്ല അടിപൊളി ആർഭാട ജീവിതം നയിക്കുന്ന വലിയ ആളുകളുണ്ടല്ലോ, ഒരുപാട് കാശ് കിട്ടുകയും ഒരുപാട് വലിയതായി നടക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരാണെന്ന് കരുതി അവരെ പിന്നാലെ ഒന്നും പോയി കൂടരുത് എന്ന് പ്രത്യേകിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് നാം ശ്രദ്ധ തിരിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള അഹന്തയുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാനുള്ള മനസ്സുണ്ടാവില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാനുള്ള മനസ്സ് അള്ളാഹു തആല തന്നെ തിരിച്ചു കളഞ്ഞിരിക്കുന്നു, ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. അത് അവരുടെ തോന്നിയാസങ്ങളെയാണ് അവർ പിന്തുടരുന്നത്. കാന അംറുഹു ഫുർത്ത, അവന്റെ കാര്യം കൈവിട്ടു പോയതായിരിക്കുന്നു. ആ കൈവിട്ടു പോയ അത്തരം ആളുകളെ നീ ഒരിക്കലും പിന്തുടരുത്. അവരെ ജീവിത വഴിത്താരകൾ നീ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ പകർത്തരുത്. നീ നീ സത്യസന്ദേശം, സത്യം നിന്റെ രക്ഷിതാവിൽ നിന്നുള്ളതാണ്. ഈ പ്രപഞ്ചം, ഇതിന്റെ ജീവിതം, ഇതിന്റെ സെറ്റപ്പ്, ഇതിന്റെ ഏർപ്പാട്, പ്രവാചകൻ, പ്രബോധനം, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നന്മയ്ക്കുള്ള പ്രതിഫലം, തിന്മയ്ക്കുള്ള ശിക്ഷ, ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ സത്യമായും നിന്റെ രക്ഷിതാവ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഇഷ്ടമുള്ളവൻ വിശ്വസിച്ചോളട്ടെ, ഇഷ്ടമുള്ളവൻ നിഷേധിച്ചു പോകട്ടെ എന്നുള്ളതാണ്. പിന്നെ നിഷേധിച്ചു പോയാൽ അവനുള്ള അനന്തരഫലവും നീ അങ്ങ് പറഞ്ഞു കൊടുക്കുക. അതായത് അങ്ങനെ തീനാളം, തീക്കൂടാരം വലയം ചെയ്തിരിക്കുന്ന ആ നരകമുണ്ടല്ലോ, അത്തരം ആളുകൾക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന കാര്യവും നീ അവരോട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അവരുടെ എന്തെങ്കിലും ദാഹജലം ആവശ്യപ്പെട്ടാൽ ഈ ഉരുക്കിയ ലോഹം പോലെയുള്ള വെള്ളമാണ് കൊടുക്കുക. വളരെ ദുഷിച്ച ഒരു വെള്ളമാണ്, പാനീയമാണത്, നശിച്ച സങ്കേതമാണ് അവർക്കുണ്ടാകുക. മുഖത്തെ കരിച്ച് വേവിച്ച് കളയുന്ന ഏറ്റവും മ്ലേച്ഛമായ ദുഷിച്ച ഒരു പാനീയമാണ് അവർ കഴിക്കേണ്ടി വരിക എന്നൊരു യാഥാർത്ഥ്യവും നീ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ ബിസശറാബ്, വളരെ മോശമാണ് ആ വെള്ളം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വസാഅത്ത് മുർത്തഫഖ, അവരുടെ സങ്കേതം വളരെ മോശം പിടിച്ച ഒരു സങ്കേതമാണ്. അതേസമയം ഇന്നല്ലദീന ആമനു, നാം ഈ പറഞ്ഞതിലൊക്കെ വിശ്വസിക്കുകയും വഅമലു സ്വാലിഹാത്തി, നന്മ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് നീ പറയണം, ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കി കളയുകയില്ല എന്നുള്ളത്. അപ്പൊ ഏത് സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ഏതെല്ലാം തരത്തിൽ ദഅവത്ത് നടത്തണം എന്നതിനെ സംബന്ധിച്ച് ഓരോ നാട്ടിനും ഓരോ പ്രദേശത്തിനും പര്യാപ്തമായ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പര്യാപ്തമായ ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവരോട്, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ള സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട്. താഴ്ഭാഗങ്ങളുടെ അരുവികളിൽ ഒഴുകുന്ന നിത്യാനന്ദത്തിന്റെ സ്വർഗാരാമമാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. പൊൻവളകൾ അണിയിക്കുകയും നേർത്തതും തടിച്ചതുമായ
പച്ചപ്പട്ടുടയാടകൾ അവരെ അണിയിക്കുകയും ചെയ്യും, ഉടുപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നിട്ട് അവർ ചാരുമഞ്ചങ്ങളിൽ നിന്ന് ഉല്ലസിക്കുന്ന ഒരു പ്രത്യേകമായ നിഅമ സവാബ് ഹസനത്ത് മുർതഫഖ, ഉന്നതമായ ശ്രേഷ്ഠമായ പ്രതിഫലത്തിൽ മഹോന്നതമായ സങ്കേതത്തിൽ ഇരിക്കുന്ന അനന്തമായ സൗഭാഗ്യം അവർക്കുണ്ടാവും. ഇത് രണ്ടും വളരെ കൃത്യമായി വേർതിരിച്ച് ആളുകളോട് പറഞ്ഞു കൊടുക്കുക. ഓരോ സാഹചര്യത്തിലും ഓരോ നാട്ടിലും ഏതേത് രീതിയാണ് വേണ്ടതെന്ന് അവരവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് പ്രബോധനത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ഖുർആൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഈ ഉത്തരവാദിത്വം ശരിയായ നിലയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിലേ നമ്മുടെ ഈ ദീന് അല്ലെങ്കിൽ ഈ ഇസ്ലാം ഈമാന് അത് സമ്പൂർണ്ണമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ. നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ, നമുക്ക് ഉന്നതമായ സ്ഥാനം കിട്ടണമെങ്കിൽ സഹോദരനെയും അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കും, ഹൃദയവിശാലതയുള്ളൊരു മനസ്സ്. അങ്ങനെ മനസ്സുള്ള സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ തനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹബ്ബാ, ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്പോൾ നിസ്കാരത്തെ പോലെ തന്നെ, നോമ്പിനെ പോലെ, സക്കാത്തിനെ പോലെ, ജിഹാദിനെ പോലെ, ഇൻഫാഖിനെ പോലെ, ഇഅ്തിസാം ബില്ലായെ പോലെ ഒക്കെ നമ്മൾ മറന്നുപോയ സംഗതികളാണ്. നിസ്കാരം എല്ലാവർക്കും അറിയാം, സക്കാത്തും അറിയാം, ഹജ്ജും അറിയാം, നോമ്പും അറിയാം. ചില സംഗതികൾ നമുക്ക് വലിയ പ്രത്യേക താല്പര്യമാണ്. ഹജ്ജൊന്നും ചെയ്യാത്ത ആളുകൾ കൊണ്ടൊരു ഉംറ പാക്കേജ്, ഉംറയ്ക്ക് വേണം, നല്ലൊരു ഏർപ്പാടായിരുന്നു. സൗദി അറേബ്യയും അതിന് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ടൂറിസം, ഉംറ ഇപ്പോൾ ടൂറിസ്റ്റായി മാറിയിരിക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് തരത്തിലും ഉംറയ്ക്ക് വേണം, ദ്വാരക്കണം. ഉസ്താദെ ഉംറയ്ക്ക് വേണം, എന്തിനാണ് ഉംറയ്ക്ക് വേണം? അല്ല, ദ്വാരക്കണം, നല്ല കാര്യമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന സംഗതികളെല്ലാം വെച്ചിട്ട് നമ്മൾ പുതിയ സുന്നത്തുകൾ ഉണ്ടാക്കണം. ഉംറയ്ക്ക് വേണം. അതിന് ഉംറയ്ക്ക് പണ്ട് ഹജ്ജിനാണ് ക്ലാസ്, ഇപ്പോൾ ഉംറയ്ക്കും സ്റ്റഡി ക്ലാസ്. അതുപോലെ ഓരോ സംഗതി എടുത്ത് നോക്കിയാൽ നമ്മൾ അഡീഷൻസ് കുറേ ചേർത്തിട്ട് ഈ ദീനിൽ റസൂൽ ചെയ്തതിൻ്റെ അപ്പുറമാണ് സംഗതികളെല്ലാം. പുതിയ ദീനുണ്ടാക്കി അള്ളാൻ്റെ പ്രവാചകനെ പഠിപ്പിക്കുക. ഇനി വന്നിട്ട് വേണം ഇനി അങ്ങനെ നമ്മളെ ദീനും കൂടിയിട്ട് സ്വർഗം കിട്ടാൻ എന്നുള്ള ലൈനില്ല. സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോൾ സൂചിപ്പിച്ചാണ്, വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ജിഹാദും അള്ളാഹുവിൻ്റെ ഇഅ്തിസാം ബില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതും, ഇൻഫാഖും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതും, അതുപോലെ തന്നെ ദഅവത്തും ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്നതും ഒക്കെ വളരെ ഗൗരവമായി ഖുർആൻ പറഞ്ഞു. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഗൗരവമുള്ള സംഗതി ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് പല രീതിയിൽ യഥാർത്ഥത്തിൽ ഈ ദഅവത്തിൻ്റെ ഒരു എസൻസ് ഉണ്ട്, സത്തുണ്ട്. അതെന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു 3-4 ഉദാഹരണങ്ങളുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ നിന്നാണ് ഞാൻ ഈ ആയത്തിലെടുത്തത്. സൂറത്തുൽ കഹ്ഫ് കഥകളുടെ സൂറത്താണ്. സൂറത്തുൽ കഹ്ഫ്, ആ കഹ്ഫ് തന്നെ കേവ്, ഗുഹാവാസികളുടെ ചരിത്രം. ഗുഹാവാസികളുടെ കഥ അതിൽ പറഞ്ഞിരുന്നുണ്ട്. ഒരു നാട്ടിലായ ആളുകളൊക്കെ ബിംബാരാധകരും കുഴപ്പക്കാരുമായപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാർ, ദ പവർ ഓഫ് യൂത്ത്സ്, ഒരു യുവശക്തിയുടെ പ്രകടനം അവിടെ കാണുകയാണ്. അവർ കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടിലെ ആളുകളൊക്കെ ചെയ്യണതൊക്കെ തോന്നിയാശാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളുമായിട്ട് നമുക്ക് യാതൊരു തരത്തിലും, കാരണം പ്രകൃതി വിരുദ്ധമായ സമീപനം, ദേവദൈവ സങ്കല്പമാണ്. വിവരറിഞ്ഞു 3-4 ആളുകൾക്ക് ഇങ്ങനെ എന്തോ ഒരു ചെറിയ ഇത് കൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുതിയ ദീനിൽ നിന്നൊക്കെ ഒഴിഞ്ഞില്ലെങ്കിൽ തട്ടിക്കളയുന്നു, കുറച്ച് സമയം തരാം. ഈ സമയം കൊണ്ട് അവർ ആലോചിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അവരൊരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും പിന്നീട് അത് കണ്ടെത്തി രാജാവ് ദേഷ്യം പിടിച്ച് അവർ കിടന്നുറങ്ങാണ്ട് ഒരു മതിലെട്ടി കളയുകയും ചെയ്തു. ചരിത്രത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞ ശേഷം ആ നാട്ടിലെ സിറ്റുവേഷനൊക്കെ മാറി. അവിടെ ഒരു നല്ല രാജാവ് വന്നു.
ആ രാജാവ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ മരിച്ച ജീവിതമുണ്ടോ അങ്ങനെ ഇങ്ങുണ്ടോ അങ്ങനെയൊക്കെ ചർച്ച സംശയമൊക്കെ ഉണ്ടായപ്പോൾ ഈ രാജാവ് ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു. പടച്ചവന് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം, പരലോകത്തെ ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഈ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുന്ന ഒരു ദൃഷ്ടാന്തം നീ അയച്ചു തരേണ്ടത്. ആ സന്ദർഭത്തിലാണ് ഒരു ആട്ടിടയൻ ഈ ഇങ്ങനെ പോയി ആ ഗുഹയിൽ കുറച്ച് ആളുകളെ ഉള്ളത് കണ്ടെത്തുകയും അവർ വരികയും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ സവിസ്തരമായ കഥ പറയുന്നുണ്ട്. ഒരുപാട് വിശദാംശങ്ങളുണ്ട്. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അതിലൂടെ ഒരു കാര്യം അല്ലാഹു തആല പറയും, നഹ്നു നഖസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അതായത് അതിൻ്റെ യാഥാർത്ഥ്യം, ശരിയായ കഥ എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട്, ഇന്നഹും ഫിദിയത്തുൻ ആമനൂ ബിറഹിം, അവരൊരു കൂട്ടം ജനത, ഒരു യുവാക്കളായിരുന്നു, രക്ഷിതാവിൽ വിശ്വസിച്ചു. വസിദ്നാഹും ഹുദ, റബ്ബിൽ വിശ്വസിച്ചു എന്നാണ്, അള്ളാഹുവിനെ സംരക്ഷകനായി ഉറച്ച് വിശ്വസിച്ചു എന്നുള്ള. അപ്പോൾ നാം അവർക്ക് സിദ്നാഹും ഹുദ, അതായത് സന്മാർഗം ഏറ്റുകൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, അവരെ നാം ഉറപ്പിച്ച് നിർത്തി, അവരുടെ ഹൃദയത്തിൽ നാം ഉറപ്പ് നൽകി. ഇത് ഖാമു വഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ് എന്നവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ നാം അവരതിൽ ഉറപ്പിച്ച് നിർത്തി. അപ്പൊ അള്ളാഹു റബ്ബാണ്, ഞങ്ങളുടെ ദൈവം രക്ഷിതാവ്, അത് അള്ളാഹു എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന റബ്ബാണ്. ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ സംരക്ഷകനാണ്. സംരക്ഷകൻ, ഞങ്ങളുടെ സംരക്ഷകൻ ഏകനായ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരു സംരക്ഷകനില്ല. ഈ ഒരു കാര്യം ഉറപ്പിച്ചു പറയുക. ആ പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് പോയേണ്ടി വന്ന, അപ്പൊ അവർ ശക്തിമത്തായി നിന്ന് നമ്മൾ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാം, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തആല നേരാക്കി തരും എന്നൊക്കെ അവർ പറഞ്ഞു പോകുന്ന രംഗങ്ങൾ വിശദീകരിക്കുന്നു. അള്ളാഹു തആല നേരാക്കി കൊടുക്കുന്നതും അത് ചരിത്രത്തിലുടനീളം നിലനിർത്തിക്കൊണ്ട് പറയുന്നതുമായ വിശദാംശങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന ഒരു സംഗതി. ഇത് ഖാമു വഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദി ലൻ നദ്ഉ മിൻ ദൂനി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. റബ്ബ്, അള്ളാഹുവിനെ അല്ലാതെ ഏതെങ്കിലും ഒരു സംരക്ഷകനെ തേടിയാൽ അത് അക്രമമായി പോകും എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു ജനത, ഒരു യുവശക്തിയുടെ കഥയാണ് സഹാബുൽ കഹ്ഫിന്റെ കഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഹ്രസ്വമായി പറഞ്ഞു. രണ്ടാമത് 2 തോട്ടം കിട്ടിയ ഒരാളിന്റെ, ആ തോട്ടത്തിന്റെ അവിടെ ചെന്നിട്ട് അയാൾ വലിയ വണ്ടിയിലൊക്കെ ഒന്നും ചിത്രീകരിക്കണമെങ്കിൽ 2 വലിയ തോട്ടം, ഒരു 6 ആന അടുക്കൽ ഭയങ്കരമായ ഒരു, ഞാൻ കാറിന്റെ പേര് പറയുന്നില്ല, ഒരു വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങി. അപ്പോൾ ഒരു പാവപ്പെട്ട അവന്റെ സുഹൃത്ത് അവിടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അത് നല്ല ഗംഭീര തോട്ടമാണ്, ഇത് ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നതാണ്, ഞാൻ ഇതൊന്നും നശിച്ചു പോകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിച്ച് നശിച്ചു പോയാൽ ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉടനെ അയാൾ ചോദിക്കുന്നല്ല, നിന്നെ ഈ ഇന്ദ്രിയത്തിൽ നിന്നും പിന്നെ മണ്ണിൽ നിന്നും ഇന്ദ്രിയത്തിൽ നിന്നും ഒക്കെ സൃഷ്ടിച്ച് നല്ല ഒരു ഉത്തമ മനുഷ്യനാക്കിയ റബ്ബുണ്ടല്ലോ, രക്ഷിതാവ്, അവനെ നീ മറന്നിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷിതാവാണ്, ആ അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ്. നീ ഇവിടെ സ്വയം രക്ഷിതാവായ ചമയാണ്, ഞാനിതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് സാധാരണ നിലവിൽ എല്ലാ സ്ഥലത്തും എല്ലാ ലോകത്തും ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെ റബ്ബ്, സംരക്ഷകൻ അള്ളാഹുവാണ് എന്ന ധാരണ വിട്ടിട്ട് സ്വന്തം ധനവും സമ്പത്തും അതുപോലെ കൊണ്ട് പെരുമാറിയ ഒരു മനുഷ്യന്റെ പതനത്തിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. ആദ്യത്തെ കഥയിലും അള്ളാഹുവാണ് സംരക്ഷകൻ എന്ന് ഉറപ്പിച്ച് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കഥയിലും അള്ളാഹുവാണ് സംരക്ഷകൻ എന്ന് ഉറപ്പിച്ച് പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കഥ വരുന്നു, മൂസ ഒരു അള്ളാഹുവിന്റെ ഒരു പ്രമുഖനായ ഒരു അടിമയോടൊപ്പം, ഖളർ എന്ന് തൽക്കാലം പറയാം, അടിമയോടൊപ്പം പോകുന്നു. അവിടെ അവർ പോകുമ്പോൾ ഉണ്ടാകുന്ന 2-3 സംഭവങ്ങൾ. ഒരു നാട്ടിലൂടെ പോകുമ്പോൾ, ഒരു കടലിന്റെ ഭാഗത്ത് പോകുമ്പോൾ ഒരു കപ്പലിട്ട് ഓട്ടയിടുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കുട്ടിയായിട്ട് കൊന്നു കളയുന്നു. വേറെ സ്ഥലത്ത് നിന്ന് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തില്ല, പക്ഷെ അവിടെ ഒരു മറിഞ്ഞു വീഴാൻ പോയ ഒരു മതിലിനെ അവിടെ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് ഈ 3 പ്രവൃത്തിയും മൂസാ നബിക്ക് പിടിച്ചില്ല. മൂസാ നബി ഓരോ സന്ദർഭത്തിലും ചോദ്യം ചോദിക്കുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നു, ഇതൊന്നും ഞാൻ പ്രവർത്തിച്ചതല്ല, വമാ ഫഅൽതു അൻ അംരി, ഇത് എന്റെ നിർദ്ദേശപ്രകാരമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി അത് പഠിപ്പിക്കുന്നത്. അത് ഓരോ സംഗതികൾ, ഭൂമിയിൽ നടക്കുന്ന സംഗതികൾ. ഒരു കപ്പൽ, ഈ ഖിളറിന്റെ സ്ഥാനത്ത് ഒരു കല്ലിനെ സങ്കല്പിച്ചു വെക്കുക. ഒരു കപ്പൽ ഇങ്ങനെ പോകുന്നു, ആ കപ്പൽ പോയിട്ട് ഒരു കല്ലിലിടിക്കുന്നു. കല്ലിൽ ഓട്ടയപ്പോൾ കപ്പലിന്റെ ആൾക്കാർക്ക് സങ്കടം തോന്നുന്നു.
കുറേ കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ നല്ല കപ്പലൊക്കെ പിടിച്ച് എടുക്കുന്ന ഒരു രാജാവ്, ഇത് ഓട്ടായി പോയി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടുന്നു. അപ്പൊ ആ കല്ല് ഇനി വേറൊരു സ്ഥലത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു, ഒരു കല്ല് ആ കുട്ടിയുടെ തലയിൽ വീണു, കുട്ടി അങ്ങ് മരിച്ചു പോകുന്നു. രക്ഷിതാക്കൾക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടാവുന്നു. പക്ഷെ ഒരാൾ പറഞ്ഞു കൊടുക്കണം, അവനെങ്ങാനും വളർന്നു വന്നിരുന്നെങ്കിൽ നിങ്ങളെ ദീനിൽ നിന്ന് വഴിയെറ്റിച്ച് കളയുമായിരുന്നു. അപ്പൊ പിന്നെ കല്ല് വീണത് നന്നായി എന്നുള്ളതാണ്. പിന്നെ ഒരു കല്ല് വേറെ സ്ഥലത്ത് നിന്ന് ഒരു മതിലിങ്ങനെ മറിഞ്ഞു വീഴാൻ പോകുന്നു. അവിടെ ഒരു കല്ല് മേലെ നിന്ന് ഉരുണ്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ തട കൊടുക്കുന്നു. ഈ കല്ലായാലും അതല്ല ഖിളറായാലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ രക്ഷിതാവ് എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു എന്ന വിധിയുടെ ആ മറയുണ്ടല്ലോ, ആ തിരശ്ശീല ഒരല്പം നീക്കിയിട്ട് 3 സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂസാ നബി അല്പം ധൃതി കുറച്ചിരുന്നെങ്കിൽ, ധൃതി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഈ പ്രത്യക്ഷത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. കപ്പൽ പൊളിഞ്ഞു പോകുന്നതും കുട്ടി മരിച്ചു പോകുന്നതും അതുപോലെയൊക്കെയുള്ള പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഈ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നിൽ മഹത്തായ വിജയം അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് റബ്ബിന്റെ ഭരണത്തിന്റെ പ്രത്യേകമാണ്. സംരക്ഷകന്റെ മഹായുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് 2 പ്രവാചകന്മാരെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നതും റബ്ബിന്റെ പ്രവർത്തനത്തിന്റെ മഹാത്മ്യമാണ്. പിന്നെ ഒരു സംഗതി പറയുന്നുണ്ട്, ഒരു ലോക ചക്രവർത്തി, അദ്ദേഹം പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലും അല്ല വേറൊരു സ്ഥലത്തേക്കും പോകുന്ന 3 ജൈത്രയാത്രകളെ കുറിച്ച് പറയുന്നു. ഓരോ സ്ഥലത്തും അദ്ദേഹം ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നു, തിന്മ ചെയ്യുന്ന ആളുകളെ പിടിച്ചിട്ട് അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്റെ റബ്ബിലേക്ക് മടക്കുമെന്ന് പറയുന്നു. ഒടുവിൽ അദ്ദേഹം ചെന്നെത്തുന്ന ഒരു പ്രാകൃതമായ ഒരു ജനസമൂഹത്തിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയാ, ഈ 2 മലകളുണ്ട്, ആ മലകൾക്കിടയിൽ യജൂജും മൗജൂജും വന്ന് വലിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് കരം തരാം, എന്നിട്ട് ഞങ്ങൾക്കൊരു മതിൽ അവിടെ കെട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാനായ ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ കൈവന്ന് കരമൊന്നും എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ഇന്ന മെറ്റീരിയൽസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അവിടെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് അല്ലാഹു തആലയുടെ ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇതെന്റെ റബ്ബിന്റെ, അതായത് സംരക്ഷകൻ അള്ളാഹുവാണ് എന്ന് ഉറക്കുന്ന ആളുകൾക്ക് ജീവിതത്തിന്റെ എല്ലാ പാതയിലും അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു വഴി അതിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ കഥകൾക്ക് ഒരുപാട് തലങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിയെ കൊല്ലുമ്പോ യബ്ദുൽഹുമാ റബ്ബുഹുമാ, അതായത് അവരുടെ 2 പേരുടെയും രക്ഷിതാവ് ഏറ്റവും ഉത്തമമായ, അവർക്ക് ആ കുട്ടിയെ കൊടുത്തത് രക്ഷിതാവ് തന്നെയാണ്. അതിനെ ഒന്ന് കൊന്നുകളഞ്ഞപ്പോൾ വേറെ ഉത്തമമായ സക്കാത്ത് അഖറബ റഹ്മ, നല്ല കൂടുതൽ സ്നേഹവും പരിശുദ്ധിയുമൊക്കെ സംസ്കരണമൊക്കെ ഉള്ള ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് അവിടെയൊക്കെ റബ്ബ് അള്ളാഹുവാണ് എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ കഥകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനിലെ ഓരോ ദഅവത്തിന്റെ സംഗതിയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സംരക്ഷകൻ ഏകനായ അള്ളാഹുവാണ് എന്ന് മനുഷ്യ മനസ്സിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എങ്കിലേ അവന് ഉറച്ചു നിൽക്കാൻ പറ്റൂ, അവന് ബേജാറുണ്ടാവാതിരിക്കുള്ളൂ, അവന് സങ്കടവും ദുഃഖവും അവനെ വേട്ടയാടാതിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. വളരെ വളരെ മെലോഡിയസ് ആയിട്ട് മനുഷ്യ ഹൃദയത്തിൽ ഇങ്ങനെ തുളച്ചു കയറുന്ന മധുരമായ വാചകങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അല്ലാഹുവാണ് രക്ഷിതാവ് എന്ന് പറയും. പ്രായോഗിക ജീവിതത്തിന്റെ നടപടിക്രമങ്ങളിൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആകാശലോകത്തു നിന്ന് മാലാഖമാരിറങ്ങി വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങളുടെ മിത്രങ്ങൾ ഞങ്ങളാണ്, നിങ്ങൾക്ക് പിന്നെ അപ്പുറത്തെത്തിയാൽ നല്ല സ്വർഗമുണ്ട്, അവിടെയും ഇവിടെയുമൊക്കെ നിങ്ങളുടെ മിത്രങ്ങൾ ഞങ്ങളാണ്, അതുപോലെ നിങ്ങൾക്ക് ആശിക്കുന്നത് എന്തും തരുന്ന രക്ഷിതാവിന്റെ മഹാവിരുന്ന് സൽക്കാരമുണ്ട്, അതോർത്ത് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. പ്രായോഗിക ജീവിതത്തിലെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ ഇങ്ങനെ അല്ലാഹു രക്ഷിതാവാണ്, അല്ലാഹു റബ്ബുന എന്ന് പറഞ്ഞുകൊണ്ട് നേരിടാനുള്ള തന്റെ ഇടവും ചങ്കൂറ്റുണ്ടാകുക. എല്ലാ ദഅവത്തിന്റെയും ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത്, എല്ലാ സന്ദേശങ്ങളുടെയും എല്ലാ നസിഹത്തിന്റെയും എല്ലാ ദിക്റിന്റെയും എല്ലാ തരത്തിലുള്ള കൽപ്പനകളുടെയും ഒടുവിൽ എത്തിച്ചേരുന്നത് നമ്മുടെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അംഗീകരിക്കാൻ പ്രശ്നമില്ല. പക്ഷേ ഇലാഹായി അംഗീകരിക്കും. രക്ഷിതാവെ റബ്ബായിട്ട് അംഗീകരിക്കണ കാര്യത്തിൽ, സംരക്ഷകനായി അംഗീകരിക്കണ കാര്യത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ആ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ ഈ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും നമ്മുടെ ഇൻഫാഖും അതുപോലുള്ള എല്ലാ ഏർപ്പാടുകളും എൻ്റെ രക്ഷിതാവ്, എൻ്റെ സംരക്ഷകൻ ഈ ഏകനായ അള്ളാഹുവാണ്. അവനാണ് യഥാർത്ഥ സംരക്ഷകൻ എന്ന് ബോധ്യം വരുന്ന തിരയിൽ ആത്തിയെടുക്കുമ്പോഴാണ് സത്യവിശ്വാസിക്ക് സമാധാനം ഉണ്ടാകുക, സത്യവിശ്വാസിക്ക് ആശ്വാസം ഉണ്ടാകുക. അങ്ങനെ സമാധാനമടയുന്ന ആശ്വാസമടയുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي عن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാകാത്തതിനെ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുക്താല സത്യവിശ്വാസികളും പുറത്തുമാകാത്തതിനെ തമ്പുരാനെ, ഞങ്ങൾ ഇന്ന് മരിച്ച് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി ദീനിൽ ആക്കിത്തരണേ തമ്പുരാനെ. നിന്നെ ഓർക്കാനും നിന്നെ പ്രതീക്ഷിക്കാനും നിന്നിൽ നിന്ന് സ്വീകരിക്കാനും നിനക്ക് നന്ദി കാണിക്കാനുള്ള ഉത്തമമായ ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യോജിപ്പും രഞ്ജിപ്പും നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ദീൻ യഥാവിധി ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിത്യമായി നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനുള്ള പ്രാർത്ഥനാ നിരതമായ മനസ്സുകൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ തൃപ്തിയിൽ ജീവിച്ച് നിന്റെ തൃപ്തിയിൽ നിന്നിലേക്ക് മടങ്ങാൻ ഈ പാവങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. അല്ലാഹു കബറിടങ്ങളെ വിശാലങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ നാഥ. ഇതിന് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين.